ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വരാൻ പോകുന്ന LGSന്റെ നോട്ടിഫിക്കേഷൻ അല്ലേ, നമുക്കറിയാം മിക്ക ഉദ്യോഗാർത്ഥികളും PSCയിലൊക്കെ ഫ്രഷേഴ്സ് ഒക്കെ പലപ്പോഴും ഏറ്റവും ആദ്യം എഴുതി അവരുടെ PSC കരിയറൊക്കെ ആരംഭിക്കുന്ന, അല്ലെങ്കിൽ പലപ്പോഴും ഇവരുടെ ഗ്രാജുവേറ്റ് ലെവൽ ക്വാളിഫിക്കേഷൻ, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരൊക്കെ ഏറ്റവും അധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും എഫേർട്ട് ഇടുന്ന എക്സാമുകളിൽ ഒന്നാണ് നമ്മുടെ LGSന്റെ എക്സാം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ LGSന്റെ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ എന്നത്തേക്കാണ് വരിക അല്ലെ? നിലവിൽ നമുക്കിപ്പോൾ അറിയാം റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. അപ്പോൾ ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് വരും, അടുത്ത റാങ്ക് ലിസ്റ്റ് എന്ന് വരും, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മളൊരു കാര്യം പറയാം. അപ്പോൾ നിലവിലെ LGSന്റെ അവസ്ഥ നമുക്ക് അറിയാം അല്ലെ. നിലവിലെ LGSന്റെ റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ഓപ്പൺ ആയിട്ട് നമ്മൾ സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിലവിലെ അവസ്ഥയെ നോക്കുമ്പോൾ സാധാരണ ഈ ഒരു ടൈം പീരീഡിൽ നടക്കേണ്ട അത്ര നിയമനങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, നിലവിലത്തെ LGSന്റെ ലിസ്റ്റിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കുറച്ച് പേർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ ആയിരിക്കും. അതുപോലെ കുറച്ച് പേര് വെറുതെ ഒരു കാര്യം വരുന്നതാണ്, LGSന്റെ പോസ്റ്റ് നിർത്തലാക്കാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു വേക്കൻസി LGS എന്ന് പറയുന്ന പോസ്റ്റ് നിർത്തലാക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ കുറെ പേർക്ക് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ആദ്യത്തെ കാര്യം സത്യമാണ്, നമുക്ക് LGSന്റെ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്നും സാധാരണ ഒരു രീതിയിൽ നടക്കേണ്ട അത്ര നിയമനങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, നിലവിൽ ലിസ്റ്റിൽ നിന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് സ്ലോ ആണ് അല്ലെ, കുറച്ചെന്നല്ല അത്യാവശ്യം നല്ല രീതിയിൽ സ്ലോ ആയിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, LGS ആണെങ്കിലും LD ആണെങ്കിലും ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. അത് ഈ പറയുന്ന പോലെ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വേക്കൻസി വെട്ടിച്ചുരുക്കുക, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഈ രണ്ട് പോസ്റ്റുകളുടെയും കേസിൽ ഉണ്ടായിട്ടില്ല. പ്രൊമോഷൻസും മറ്റു കാര്യങ്ങളും കുറവാണ്. കൃത്യമായിട്ട് ഇനി വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, നിയമനങ്ങൾ നടക്കും എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ മറ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പൊതുവെ LGSന്റെ റാങ്ക് ലിസ്റ്റിന്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അടുത്ത നോട്ടിഫിക്കേഷൻ വരാറാകുന്ന ടൈം ആകുമ്പോഴത്തേക്കും കൂടുതലായിട്ട് ഇതിൽ നിന്ന് നിയമനങ്ങൾ നടക്കാറുണ്ട്. ഓക്കെ, പക്ഷെ നിലവിൽ എന്ത് തന്നെയാണ്, കുറച്ച് സ്ലോ തന്നെയാണ് LGSന്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ എന്തായാലും നിലവിൽ LGSന്റെ എക്സാം ഒന്നും സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നുമില്ല. ഉറപ്പായിട്ടും എന്ത് ചെയ്യും, അടുത്ത നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം. പിന്നെ പലർക്കും വരുന്ന എന്തുകൊണ്ട് LGSന് ഇത്ര പ്രാധാന്യം കിട്ടുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന് നമുക്കറിയാം 7th ആണ് ക്വാളിഫിക്കേഷൻ അല്ലെ, 7ാം ക്ലാസ് ആണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, ക്വാളിഫിക്കേഷൻ വരുന്നത്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ കമ്പനി ബോർഡ് LGS അല്ലെ, കമ്പനി കോർപ്പറേഷൻ LGS ഒക്കെ എഴുതുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ ഗ്രാജുവേറ്റ്സിനും എന്ത് ചെയ്യാനായിട്ട് പറ്റും, എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അവിടെ ഗ്രാജുവേറ്റ്സിനും എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമ്മുടെ വേരിയസ് LGS, നോർമൽ LGS എക്സാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിഗ്രി ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ. സോ ഗ്രാജുവേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫൈ ചെയ്തിട്ടില്ലാത്ത PSC ഉദ്യോഗാർത്ഥികളെല്ലാം ഏറ്റവും സീരിയസ് ആണ്. മറ്റേത് നമുക്കറിയാം ഗ്രാജുവേറ്റ്സും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ആപ്ലിക്കൻസിന്റെ എണ്ണം എന്താണ്, കൂടുതലാണ്, കോമ്പറ്റീഷൻ കൂടുതലാണ്, കട്ട് ഓഫ് കമ്പാരിറ്റീവ്ലി എന്താണ്, കുറച്ചും കൂടെ കൂടുതലാണ്. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ്, ഡിഗ്രി ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഈ പറയുന്ന കമ്പനി നോർമൽ LGSന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർ ഏറ്റവും പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സുവർണാവസരം തന്നെയാണ് നമ്മുടെ വേരിയസ് LGS എന്ന് പറയുന്നത്. അതുപോലെ നമുക്കറിയാം പ്രായപരിധി പുതുക്കിയതിന് ശേഷം വരാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷനും കൂടിയാണ്. അതുകൊണ്ട് 18 മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്കാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക അല്ലെ. അതായത് 2/1/1986നും 1/1/2008നും അല്ലെ, ഈ കാലയളവിൽ ജനിച്ചവർക്കാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, ഇനി വരാൻ പോകുന്ന LGS എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. OBC SC ST ഒക്കെ ഇളവ് വരുന്നുണ്ട് അല്ലെ. OBC എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 വർഷമാണ് നിങ്ങൾക്ക് ഇളവ് വരിക. അപ്പൊ 86 എന്നുള്ള എത്ര വയസ്സ് വരെയാവും, 1983 വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ SC ST കാറ്റഗറി വരുമ്പോഴത്തേക്ക് അവിടെ 5 വർഷമാണ് അല്ലെ, അവിടെ 5 വർഷമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രായത്തിന്റെ ഇളവ് വരിക. അതുകൊണ്ട് തന്നെ 1981 അല്ലെ, 81ന് ശേഷം ജനിച്ചവർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും, അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു കാലയളവിലുള്ളവർക്കാണ് വരാൻ പോകുന്ന LGSന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക അല്ലെ. അപ്പൊ എന്തുകൊണ്ട് ഈ പറയുന്ന പോലെ LGSന് പ്രാധാന്യം കിട്ടുന്നു എന്ന് ചോദിച്ചാൽ, ഇനി പുതിയ പ്രായപരിധിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ 7th ക്വാളിഫിക്കേഷൻ, ഡിഗ്രി ഇല്ലാത്തവർക്കുള്ള ഏറ്റവും വലിയൊരു അവസരവുമാണ് എന്തെന്ന് പറയുന്നത്, LGS എന്ന് പറയുന്നത് അല്ലെ. പേ സ്കെയിൽ നിലവിൽ നമുക്കറിയാം 23,000 to 50,200 വരെയാണ് പേ സ്കെയിൽ വരുന്നത്. സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 23,000 രൂപയാണ്. പക്ഷെ ഇതിൽ മാറ്റം ഉണ്ടാകും അല്ലെ. നമുക്കൊരു 3 മാസത്തിനകം എന്ത് ചെയ്യും, പുതിയ പേ കമ്മീഷൻ കാര്യങ്ങളെല്ലാം വരുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ബാക്കി DAയും HRA ഒക്കെ ഏകദേശം ഒരാൾ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 33,350 നിലവിൽ ടോട്ടൽ സാലറി എന്നുള്ളത് വരുന്നത്. അത് നിങ്ങൾ ഇപ്പൊ നോക്കണമെന്നില്ല, ഇതിനകത്ത് ഉറപ്പായിട്ടും എന്തുണ്ടാകും, ചേഞ്ചസ് ഉണ്ടാകും അല്ലെ. ഇതിനകത്ത് ഇപ്പൊ ഇനി വരാൻ പോകുന്ന പരിഷ്കരണമൊക്കെ വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അതിലെന്തുണ്ടാകും, ചേഞ്ചസ് ഉണ്ടാകും. അപ്പൊ നിലവിൽ ഇതാണ് നമ്മുടെ LGSന്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അല്ലെ. ഈ പറഞ്ഞ പോലെ തന്നെ നിലവിൽ ഈ പറഞ്ഞ നിയമനങ്ങൾ സ്ലോ ആക്കിയാൽ ഞാൻ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ PSC പലരും ഫ്രഷേഴ്സിന് PSC ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നവരെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം തുടങ്ങാൻ പറ്റിയ, അല്ലെങ്കിൽ PSCയിലേക്കുള്ള ഒരു യാത്ര തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമാണ് പലരെയും സംബന്ധിച്ച് നമ്മുടെ LGS എന്ന് പറയുന്നത് അല്ലെ. നിങ്ങളിപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് +2 ഒക്കെ കഴിഞ്ഞിട്ട് PSC നിങ്ങൾ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, LGS എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്നത്തേക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 2028 വരെയാണ്.
അതെ 18/7/2028 നമുക്ക് ഉറപ്പായിട്ടും എന്ത് വരേണ്ടത്, അടുത്ത റാങ്ക് ലിസ്റ്റ് വരേണ്ടത്. നിലവിലെ സ്റ്റാറ്റസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18/7/2028 അടുത്ത റാങ്ക് ലിസ്റ്റ് വരേണ്ടത്. അപ്പോൾ അത് നടക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 2026 അവസാനത്തോടു കൂടി എന്ത് വരണം, 2026 അവസാനത്തോടു കൂടിയാണ് മിക്കപ്പോഴും നമുക്ക് നോട്ടിഫിക്കേഷൻ വരേണ്ടത്. ഓക്കെ, ഇനി നീണ്ടുപോയാലും 2027 ആദ്യം തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും മോസ്റ്റ് പ്രോബബ്ലി 2026 നവംബർ ഡിസംബർ മാസങ്ങളിൽ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, അടുത്ത LGSന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 2027 പകുതിക്ക് ശേഷം, അത് അവസാനത്തോടു കൂടി നിങ്ങൾക്ക് എന്തും നടക്കും, നമ്മുടെ LGSന്റെ എക്സാം നിങ്ങൾക്ക് ഉറപ്പായിട്ട് നടക്കും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക അല്ലെ. അപ്പൊ 2028 ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റ് വരും. അപ്പൊ ഇതിന്റെ ഒരു ട്രെൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നിയമനങ്ങൾ നല്ല രീതിയിൽ സ്ലോ ആണ്. പക്ഷെ ഉറപ്പായിട്ടും LGS ആണെങ്കിലും LDS ആണെങ്കിലും നോട്ടിഫിക്കേഷൻ വരുന്ന ടൈം അനുസരിച്ച് കൂടുതലായിട്ട് എന്ത് ചെയ്യും, വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് അതിൽ നിന്ന് നല്ല രീതിയിൽ നിയമനങ്ങൾ നടക്കാറുണ്ട്. എങ്കിൽ പോലും നിലവിലെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ LGSൽ ഈ ഒരു സ്പീഡിലല്ല നിയമനങ്ങൾ നടക്കേണ്ടത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ LPUPയുടെ ഒക്കെ ലിസ്റ്റ് ചെയ്യുന്നാലും മറ്റ് ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഓക്കെ, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വേക്കൻസി കുറച്ച് കുറവാണ്. ഈ പറഞ്ഞ പ്രൊമോഷൻസിന്റെ മറ്റെല്ലാം കുറവാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ എന്ത് നടക്കുന്നത്, നിയമനങ്ങൾ കുറച്ച് മന്ദഗതിയിലായിരിക്കുന്നത്. അല്ലാതെ വേറെ പർട്ടിക്കുലർ ആയിട്ട് വേക്കൻസി വെട്ടിച്ചുരുക്കുക അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ ടെൻഷനോ കാര്യങ്ങളൊക്കെ ഒന്നും നിങ്ങൾ പോകണ്ട. അതുകൊണ്ട് കുറച്ച് ഇനി അങ്ങോട്ട് പോകുന്നതനുസരിച്ച് കൂടുതൽ നിയമനങ്ങൾ നടക്കും എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം അല്ലെ. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യമാണ്, നിങ്ങൾ എപ്പോഴും കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിലും പ്രായമൊക്കെ പരിധിയൊക്കെ പുതുക്കിയതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്ത് എല്ലാവർക്കും വരാൻ പോകുന്ന ഒരു വലിയ അവസരം തന്നെയാണ് ഇനി വരാൻ പോകുന്ന LGS എക്സാം ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ എങ്ങനെ ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ അറിയാം. നമ്മളിപ്പോൾ ഓൾറെഡി നിങ്ങൾ ഇപ്പോഴേ അങ്ങോട്ട് പോയിട്ട് അല്ലെ, നമുക്ക് ഇനിയും ഒരുപാട് എക്സാംസ് വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ എക്സാമുകൾക്കല്ലേ നമുക്ക് പ്രധാനമായിട്ട് 10th ലെവൽ എക്സാംസ് വരുന്ന VFA, BevCol DC, അതുപോലെ നമുക്ക് കമ്പനി ബോർഡ് LGS ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട്, നിലവിൽ ഇതിന്റെ എല്ലാം പ്രിപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഉടനെ നിങ്ങൾ LGSലേക്ക് പോകണം എന്നുള്ളതല്ല ഒരിക്കലും നമ്മൾ പറയുന്നത്. LGS നമ്മൾ ഉടനെ എന്ത് ചെയ്യും, നമുക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യും, ക്ലാസ്സസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾ കമ്പനി ബോർഡ് LGS ഒക്കെ പഠിക്കുന്ന അതേ സിലബസ് തന്നെയാണ് നമുക്ക് ഏതിനും വരിക, നമ്മുടെ വേരിയസ് LGSനും വരിക അല്ലെ. സിലബസിനകത്തൊന്നും മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഒരിക്കലും നമുക്ക്, കാരണം ഇപ്പം റീസെന്റ് ആയിട്ട് വരാൻ പോകുന്ന എക്സാംസ് ഇത് തന്നെയാണ്. 2027 നമുക്ക് LGSന്റെ എക്സാം വരിക അല്ലെ. അപ്പൊ ഇപ്പോഴേ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ഒന്നേന്ന് പറഞ്ഞാൽ നമ്മൾ LGSലേക്ക് ഇപ്പൊ ഫോക്കസ് ചെയ്യണം എന്ന് പറയില്ല. ഓഫ് കോഴ്സ് നിങ്ങൾ ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ബാച്ചിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യാൻ നമുക്കറിയാം. കമ്പനി ബോർഡ് LGSന്റെ നമ്മൾ ലോങ് ടേം ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. എങ്കിലും നിങ്ങളിപ്പോൾ പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വരാൻ പോകുന്ന എക്സാമുകൾക്കും ഹെൽപ്ഫുൾ ആകുന്ന, അതുപോലെ നടക്കാൻ പോകുന്ന LGSന്റെ സിലബസും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം കമ്പനി ബോർഡ് LGSന്റെ അതേ സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് എവിടെയും വരിക, ഈ പറയുന്ന പോലെ നമ്മുടെ നോർമൽ LGSന് ഉണ്ടാവുക അല്ലെ. ഒരിക്കലും നിങ്ങളിപ്പോൾ അതിന് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്ത് വരാൻ പോകുന്ന LGS ഫോക്കസ് ചെയ്ത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുമെന്ന് പറയത്തില്ല. റീസെന്റ് ആയിട്ട് നടക്കാൻ പോകുന്ന കമ്പനി ബോർഡും VFAയും BevCol DC ഒക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും അല്ലെ. ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് നമ്മൾ LDയുടെ കേസിലും പറഞ്ഞതാണ്. ഇപ്പൊ VFAയുടെ സിലബസ് വെച്ച് പഠിക്കുന്ന ഒരാൾക്ക് LD ഒരു വലിയ പ്രശ്നമായില്ല, കാരണം സെയിം സിലബസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ എക്സാമിലൊക്കെ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന LGSനാണെങ്കിലും LDക്കൊക്കെ ആണെങ്കിലും അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇപ്പോഴത്തെ എക്സാമുകൾക്ക് വേണ്ടി നിങ്ങൾ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കോച്ചിങ് ആണ്, ഒരു ക്ലാസ്സുകളാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി VFA, BevCol DC, കമ്പനി ബോർഡ് LGSയും കംപ്ലീറ്റ് ചെയ്യാനുള്ള കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള PYQ ബേസ്ഡ് റിവിഷൻ, മോക്ക് ടെസ്റ്റുകളുടെ സഹായത്തോടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നിങ്ങൾക്ക് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രയാണം ബാച്ച് ഇപ്പോഴും നമുക്ക് അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ഇതിന് വളരെ കുറച്ച് കമ്പനി ബോർഡ് LGS ഒക്കെ വളരെ നേരത്തെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. സോ എഫക്റ്റീവ് ടൈമിനകത്ത്, ഒരു നിശ്ചിത ടൈമിനകത്ത് തന്നെ സിലബസ് ഒക്കെ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് റിവിഷനും കണ്ടക്ട് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് ആണ് ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ താല്പര്യമുള്ളവർ എത്രയും വേഗം സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻസ് എത്രയും വേഗം ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് കളയാനായിട്ട് സമയമില്ല. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ കാണുന്നതായിരിക്കും. ടിൽ ദെൻ, ഓൾ ദ ബെസ്റ്റ്.